ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും യൂറോപ്പിലും ഉദിച്ചുയർന്ന സൂര്യപ്രഭ. ഏഷ്യ മുതൽ ആഫ്രിക്ക വരെയും ലാറ്റിൻ അമേരിക്ക മുതൽ യൂറോപ്പ് വരെയും പ്രത്യാശയോടുള്ള കഠിനാധ്വാനം വഴി പരിഷ്കൃത സംസ്കാരത്തിലേക്ക് കരം പിടിച്ചുയർത്തപ്പെട്ട ഒരു ജനസമൂഹം. അപ്രകാരമുള്ള ഒരു സമയത്തേക്ക് ദൈവം തന്റെ ജനത്തെ ഇന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പൂർത്തീകരിക്കപ്പെടാത്ത മഹത്തായ നിയോഗത്തിന്റെ പൂർത്തീകരണം സാധ്യമാക്കുവാനായി ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ദേശം വെറുമൊരു ദൗത്യത്തിന്റെ വയലല്ല. നിങ്ങളുടെ ദേശം ഒരു ദൗത്യത്തിനായുള്ള സൈന്യമാണ്. സംസ്കാരങ്ങൾ വ്യത്യാസമെങ്കിലും ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന സഭകൾ, ആരാധിക്കുന്ന യുവജനം, എല്ലാ ജനതകളെയും ശിഷ്യരാക്കുക എന്ന വ്യക്തമായ ഒരു കൽപ്പനയാണ് യേശുക്രിസ്തു നൽകിയത്. ഏതാനും പേരെയല്ല, സമീപത്തുള്ളതല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ആഹ്വാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാനും പേർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ മുഴുവൻ ശരീരത്തിനും വേണ്ടിയാണ്. തന്റെ ആഗോള കഥയിൽ നമുക്ക് നിയമിക്കപ്പെട്ട സ്ഥാനം ഏറ്റെടുക്കാൻ ഇന്ന് ദൈവം നിങ്ങളെയും എന്നെയും ഉത്തേജിപ്പിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള ദൗത്യം വളരെ വലുതാണ്. അത് സാധ്യമാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. D.L. മൂഡിയെ പോലുള്ള വിശ്വാസവീരന്മാർ നിസ്സംശയം പ്രഖ്യാപിച്ചു, അത് ചെയ്യാൻ കഴിയും, അത് ചെയ്യാൻ കഴിയണം, അത് ചെയ്തേ മതിയാകൂ. വെളിപ്പാട് 7:9 മർക്കോസ് 16:15 അന്ത്യകാലത്തേക്കുള്ള ദൈവത്തിന്റെ ദർശനം തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. നഗരത്തിലും ഗ്രാമത്തിലുമുള്ള എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം വ്യക്തമായി കേൾക്കാത്ത ഓരോ വ്യക്തിയും അവശേഷിക്കാത്തതുവരെ, ആരാധിക്കുന്നൊരു സമൂഹം ഇല്ലാത്തൊരു സ്ഥലവും അവശേഷിക്കാത്തതുവരെ, ദൈവവചനവും വിശ്വസ്തരായ ശിഷ്യന്മാരും ഇല്ലാത്ത ഒരു ഭാഷയും അവശേഷിക്കാത്തതുവരെ, എത്തിച്ചേരാത്ത ഒരു ജനസമൂഹം അവശേഷിക്കാത്തതുവരെ, ബിസിനസ്സുകാരും എന്ന നിലയിലും പാസ്റ്റർമാരും നേതാക്കളും എന്ന നിലയിലും വിശ്വാസികൾ എന്ന നിലയിലും നമ്മുടെ പങ്കെന്താണ്? ഉത്തരം ലളിതമാണ്. എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു, ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. നാം ഒന്നിച്ചു ചേർന്ന് വന്ന ജനതകളാണ്. ഭാഷകളിലും സംസ്കാരങ്ങളിലും കഥകളിലും നാം സമ്പന്നരാണ്. ഈ വൈവിധ്യം ഒരു ബലഹീനതയല്ല, ഇത് മഹത്തായ നിയോഗത്തിനുള്ള ഒരായുധമാണ്. ആഗോള ദക്ഷിണ ദേശം മുതൽ ആഗോള വടക്കു ദേശം വരെ കഷ്ടപ്പാടും അനുരഞ്ജനവും സഹിച്ചു നിൽക്കുന്ന വിശ്വാസവും എന്താണെന്ന് വ്യക്തമായി അറിയുന്ന ഒരു മിഷണറി ജനതയെ ദൈവം വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള നടത്തം, സഭാസ്ഥാപനം, സമൂഹ മാധ്യമ പ്രവർത്തനങ്ങൾ, അതിർത്തികൾക്കപ്പുറമുള്ള ദൗത്യങ്ങൾ എന്നിവ നിവർത്തിക്കപ്പെടുന്നു. ഇക്കൂട്ടർ ഒരു സംഘടനയേക്കാൾ ഉപരിയാണ്, ഒരു സംഭവത്തേക്കാൾ ഉപരിയാണ്, ഒരു നൈമിഷിക പ്രവർത്തനത്തേക്കാൾ ഉപരിയാണ്. ഇതൊരു ആന്തോളനമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഒരുമിച്ച് പോകുന്നു, നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നു, നമ്മൾ ഒരുമിച്ച് നമ്മുടെ കഥ പറയുന്നു. സഭകളില്ലാത്തടത്ത് നമ്മൾ സഭകൾ പണിയുന്നു. ബൈബിൾ ഇല്ലാത്തടത്ത് നമ്മൾ വിവർത്തനം ചെയ്യുന്നു. നമ്മൾ ക്രിസ്തുരഹിത സമൂഹങ്ങളിലേക്ക് പോകുന്നു. ആരാധന കൂട്ടായ്മകൾ സ്ഥാപിക്കുന്നു. ഒരു രാഷ്ട്രത്തെയോ പ്രദേശത്തെയോ ഒരു ജനതയോ നിങ്ങൾ തിരഞ്ഞെടുക്കുമോ? ജോൺ നോക്സിനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എനിക്ക് സ്കോട്ട്ലാൻഡ് തരൂ, അല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ. ആളുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. രാഷ്ട്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഭാഷാ സമൂഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വിളവെടുപ്പ് തയ്യാറായി. ഇപ്പോൾ സമയമായി. നിങ്ങൾ ഊവെന്ന് പറയുമോ? നിങ്ങൾ എഴുന്നേൽക്കുമോ? നിങ്ങൾ പോകുമോ? നിങ്ങളുടെ ഗ്രാമങ്ങളും നഗരങ്ങളും ഭൂമിയുടെ അറ്റങ്ങൾ വരെ ക്രിസ്തു ജനതകൾക്കായി, ജനതകൾ ക്രിസ്തുവിനായി.